അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ദിറാസാത്ത് കുറച്ച് നോക്കാം അല്ലേ. ഇനി ഇൻഷാ അല്ലാഹ് തുടരട്ടാ. ഫെസ്റ്റും തിരക്കുകളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കി. It also seems to the conservative Muslim that much of proposed tajdeed is simply an act of unconditional surrender to the mainstream modern culture. അല്ലേ? അതായത് കൺസർവേറ്റീവായിട്ടുള്ള അല്ലേ, അതായത് യാഥാസ്ഥികന്മാരായ ആളുകൾക്കുള്ള പ്രശ്നം എന്താണ്? അവർ പറയുന്നത് തജ്ദീദ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു മെയിൻ സ്ട്രീം മോഡേൺ കൾച്ചറുണ്ട്, മുഖ്യധാരയിലെ ഒരു മോഡേൺ ആധുനികമായൊരു സംസ്കാരമുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സംസ്കാരം, ഇപ്പോൾ യൂറോ സെൻട്രിക് ആയിട്ടുള്ള ഒരു സംസ്കാരമാണല്ലോ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ സംസ്കാരത്തെ പൂർണ്ണാർത്ഥത്തിൽ സംസ്കാരത്തോട് കീഴടങ്ങുക എന്നതാണ് തജ്ദീദ് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഖുർആനും ഹദീസും ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ ആ മൂല്യങ്ങളെ ഏതെങ്കിലും അർത്ഥത്തിൽ വികലമാക്കിയിട്ട് നിലവിലുള്ള സംസ്കാരം ഉണ്ടല്ലോ, ഒരു രീതി ഉണ്ടല്ലോ, ഒരു മെയിൻ സ്ട്രീം ഉണ്ടല്ലോ, ഒരു മുഖ്യധാര ഉണ്ടല്ലോ, അതിനോട് പൂർണ്ണമായിട്ട് കീഴടങ്ങുക. ഒരു പാശ്ചാത്യൻ ആധിപത്യമുള്ള ഒരു കൾച്ചർ, ആ കൾച്ചറിനോട് പൂർണ്ണമായിട്ട് കീഴടങ്ങാനുള്ള ഒരു സംഭവമായിട്ട് അത് മാറും എന്ന ആശങ്കയാണ് പാരമ്പര്യവാദികൾക്കുള്ളത്. Making the divine instruction subject to the influence of people, changing thoughts and social construct. അല്ലേ, അതായത് ഡിവൈൻ ഇൻസ്ട്രക്ഷൻ എന്നാൽ ദൈവികമായിട്ടുള്ള വഹീൻ്റെ ഇൻസ്ട്രക്ഷനുകൾ, ഉപദേശങ്ങൾ, വഹീൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെയ്യുന്നു? മനുഷ്യന്മാരുടെ മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ, അതുകൊണ്ട് സോഷ്യൽ കൺസ്ട്രക്റ്റുകൾ, സാമൂഹികമായിട്ടുള്ള കുറേ നിർമ്മിതികൾ ഉണ്ടാവും. സോഷ്യൽ കൺസ്ട്രക്റ്റ് അല്ലേ, സാമൂഹികമായിട്ടുള്ള കുറേ നിർമ്മിതികൾ, അതോടൊപ്പം മനുഷ്യൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ, അതിനനുസരിച്ച് മാറ്റേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ ഖുറാനെയും ഹദീസിനെയും റെവല്യൂഷൻ വഹീനെയൊക്കെ എന്താ ചെയ്യണത്? മനുഷ്യൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ, അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള നിർമ്മിതി ഉണ്ട്, അതിനനുസരിച്ച് ഇത് മാറ്റേണ്ടി വരികയാണ്. മനുഷ്യൻ്റെ ചിന്തകൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമല്ലോ. ഇപ്പോൾ ആളുകളുടെ ചിന്ത അല്ല പോസ്റ്റ് മോഡൽ ഉണ്ടാവുക, മോഡേൺ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഖുറാനെ ഹദീസിനെയും മാറ്റേണ്ട അവസ്ഥ വരികയാണ് എന്നാണ് അവർ പറയുന്നത്. However, the problem with our timidity in contributing to the discourse about tajdeed is that others may hijack its banner. Those who are frustrated with the condition of ummah are yearning for a change will be tempted to follow unqualified renewers. അല്ലേ, അപ്പോൾ നിലവിൽ ഉമ്മത്തിൻ്റെ അവസ്ഥകൾ മറ്റൊക്കെ ആ കണ്ടീഷനിലൊക്കെ ഫ്രസ്ട്രേറ്റഡായ ആളുകളുണ്ടാവും, അസ്വസ്ഥരായ ആളുകൾ. അവരൊക്കെ എന്താണ് കൊതിക്കുന്നത്? ഒരു മാറ്റത്തിന് കൊതിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചിലർ മാറ്റങ്ങൾ തജ്ദീദ് ആവശ്യമുണ്ട്, കൊതിക്കുന്നുണ്ട്. പക്ഷേ അതെന്താണ്? പലപ്പോഴും അൺക്വാളിഫൈഡായ, യോഗ്യരല്ലാത്ത റിന്യൂവേഴ്സ്, മുജദ്ദിദീങ്ങളുണ്ട്, അവർ പിന്തുടരുന്നതിലേക്കാണ് അത് പലപ്പോഴും നയിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ദിസ് പേപ്പർ ഡിസ്കസസ് സർട്ടൻ ആസ്പെക്ട് അബൌട്ട് ദി റിന്യൂവൽ ഓഫ് ദി റിലീജിയൻ. മതത്തിൻ്റെ റിന്യൂവലിനെ കുറിച്ച് അതിൻ്റെ ചില കാര്യങ്ങൾ, ചില ഏരിയകളാണ് ഈ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും താഴെ പറയുന്ന പോയിന്റുകൾ വളരെ വിശാലമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാം. ഇപ്പോൾ ദി വാലിഡിറ്റി ഓഫ് കൺസെപ്റ്റ് ഓഫ് തജ്ദീദ് ആൻഡ് സ്കോപ്പ്. അല്ലേ, തജ്ദീദ് എന്ന കൺസെപ്റ്റിൻ്റെ വാലിഡിറ്റിയും അത് എത്ര വാലിഡിറ്റി ഉള്ളത്, അതിൻ്റെ സാധ്യതകൾ. തജ്ദീദ് ഈസ് മെയിൻലി റെസ്റ്റോറേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ. തജ്ദീദ് എന്നാൽ ഒരു കാര്യം പുനഃസ്ഥാപിക്കലാണോ, അല്ലെങ്കിൽ ഒരു കാര്യത്തോട് അഡാപ്റ്റ് ചെയ്യലാണോ? അഡാപ്റ്റ് ചെയ്യാൻ അതിനോട് ഇതോട് ചേർന്ന് നിൽക്കുക, അഡാപ്റ്റ് ചെയ്യുക, അതാണോ എന്നൊക്കെ ഉള്ള സംഭവം അല്ലേ. അതൊക്കെയാണ് നമ്മളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡു വി റിന്യൂ ദി മെത്തഡോളജി ഓഫ് സയൻസ് ഓഫ് ഉസൂൽ ഫിഖ്. അല്ലേ, ഉസൂൽ ഫിഖിൻ്റെ മെത്തഡോളജിയെ നമ്മൾ റിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉസൂൽ ഫിഖൊക്കെ അറിയില്ലേ, അതിൻ്റെ മെത്തഡോളജികളൊക്കെ റിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉസൂൽ റിലേറ്റഡ് ഇജ്തിഹാദ് ദാറ്റ് മേ ഹാവ് ഇംബഡഡ്. അല്ലേ, ദ റിന്യൂവൽ ഓഫ് റിലീജിയസ് ഡിസ്കോഴ്സ്. അല്ലേ, ഉസൂലുമായി ബന്ധപ്പെട്ട ഇജ്തിഹാദുകൾ ഉണ്ടല്ലോ, വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇജ്തിഹാദുകൾ, അത് നമ്മുടെ മതത്തിൻ്റെ റിലീജിയസ് ഡിസ്കോഴ്സ്, മതത്തിൻ്റെ ആശയങ്ങളുടെ റിന്യൂവലിന് തടസ്സമാവുന്നുണ്ടോ എന്ന വിഷയങ്ങളൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. Departure of the agreement of the four madhahib, and when for a position
ഔട്ട്സൈഡ് ദം ക്യാൻ ബി വാലിഡേറ്റ് അല്ലേ. ഈ 4 മദ്ഹബിൽ നിന്നും പിന്നെ മാറിയെന്നുകൊണ്ട് 4 മദ്ഹബിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് പുതിയൊരു മദ്ഹബിനെ സ്വീകരിക്കുക എന്നുള്ളത് വാലിഡേറ്റഡ് ആണോ എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് ദി ഫ്ലെക്സിബിലിറ്റി ഇൻ ദി ഡിസിപ്ലിൻ ഓഫ് ഉസൂൽ ഫിഖ്. ഉസൂൽ ഫിഖ് എന്ന് പറയുന്ന പിന്നെ വിജ്ഞാന ശാഖ ഡിസിപ്ലിൻ നമ്മൾ അവിടെ കുറേ പഠിച്ചിരുന്നു അല്ലേ, വുമൺ സ്റ്റഡീസിൽ. അതിൽ പിന്നെ എന്താണ് വിജ്ഞാന ശാഖ എന്നുള്ള അർത്ഥമാണ് ഡിസിപ്ലിൻ. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി അത് എത്രത്തോളം സുതാര്യമാണ് എന്നതിനെക്കുറിച്ചൊക്കെ. ദ റോൾ ഓഫ് മക്കാസിദ് ഒബ്ജക്റ്റീവ്സ് ഇൻ ദി റിന്യൂവൽ ഓഫ് ദി റിലീജിയൻ അല്ല. മക്കാസിദ് ശരിയ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്, അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ല പഠിക്കും. ഇഫ്ലു ദീൻ ഇഫ്ലു നസബ് അല്ലേ. ചില നിയമങ്ങൾ ദീന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ചില നിയമങ്ങൾ നസബ് കുടുംബം. അപ്പോൾ വ്യഭിചാരം ഹറാമാക്കിയത് അത് കുടുംബം എന്ന സ്ഥാനത്ത് സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം എന്ന പിന്നെ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. അതോടൊപ്പം തന്നെ മുതൽ പിന്നെ ഇഫ്ലുൽ മാല്, അപ്പോൾ കട്ടവനെ കൈവിടണമെന്ന് പറയുന്നത് ഇഫ്ലുൽ മാലാണ്. ഇഫ്ലുൽ നസബ് മാല് അങ്ങനെ ചില 5 സാധനങ്ങളുണ്ട് മക്കാസിദു ശരിയ. ആ ശരിയ മക്കാസിദു ശരിയ പിന്നെ ആ മക്കാസിദ് അതാണ് അടിസ്ഥാന ലക്ഷ്യങ്ങൾ. ഈ സാധനം പിന്നെ നിയമമാക്കാനുള്ള ലക്ഷ്യങ്ങൾ. ആ മക്കാസിദുകൾ റോൾ ഓഫ് മക്കാസിദിൻ്റെ റോൾ, അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ പങ്ക് ഇൻ ദി റിന്യൂവൽ ഓഫ് ദി റിലീജിയനിലെ റിന്യൂവൽ ചെയ്യുന്നതിൽ ഈ മക്കാസിദുകളുടെ പങ്ക്. അപ്പോൾ ആ മക്കാസിദിനനുസരിച്ച് പിന്നെയും നമ്മുടെ നിയമങ്ങളൊക്കെ റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ മനുഷ്യൻ്റെ ബുദ്ധിയുടെ പ്രാധാന്യങ്ങൾ, പിന്നെ 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 ഫിക്കീൻ്റെ സംഭവങ്ങൾ, ഫിക്കീൻ്റെ പിന്നെ നിയമങ്ങളിൽ മഹ്കാമുകളിലൊക്കെ പറയുന്ന റിന്യൂവലുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എന്താക്കണത് ഈ ഒരു ടോപ്പിക്കിൽ നമ്മളെ ഈ ഒരു പിന്നെ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇനി നമുക്ക് തുടർച്ചയായിട്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ അയക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.